നമസ്കാരം. ഈസി റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീത. ഓണക്കാലമല്ലേ, എല്ലാവരും എങ്ങനെയാണ് സദ്യ ഉണ്ടാക്കുന്നതെന്ന് ആലോചിച്ചിരിക്കുകയായിരിക്കും. എത്ര വട്ടം സദ്യ ഉണ്ടാക്കിയാലും കഴിച്ചാലും നമുക്ക് ഈ സദ്യ ഉണ്ടാക്കുന്ന കാര്യം പറയാൻ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പം അധികം പരിചയമില്ലാത്ത കുട്ടികളാണെങ്കിൽ പറയാനുമില്ല. അപ്പോൾ എങ്ങനെയാണ് ഈസിയും സിമ്പിളുമായിട്ട് സദ്യ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കുറച്ച് പൊടിക്കൈകളും മുന്നൊരുക്കങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് സദ്യ ഒരുക്കാം. ഇത്രയും നാൾ നമ്മൾ വെള്ളപ്പൊക്കവും കോവിഡും ഒക്കെ കാരണം നമ്മളിങ്ങനെ സദ്യ ഉണ്ടാക്കാതിരിക്കുകയായിരുന്നു. വിഷുവിനായാലും ഓണത്തിനായാലും ഒന്നും നമ്മൾ സദ്യയുടെ ഒരു വീഡിയോ പോലും ഇട്ടിട്ടില്ല. പക്ഷെ നമ്മൾ എത്ര നാളാണ് അങ്ങനെ നോക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു സദ്യ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. 19 കൂട്ടം കറികളും 2 പായസമായിട്ടാണ് നമ്മളിന്ന് സദ്യ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഇച്ചിരി ലെങ്തി ആയതുകൊണ്ട് 3 സെഗ്മെൻ്റായിട്ടാണ് നമ്മളിതിടുന്നത്. അപ്പോൾ ഡേ 1, ഡേ 2, ഡേ 3 എന്നും പറഞ്ഞിടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് കാണുക. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെയും ഇൻസ്റ്റാ പേജിൻ്റെയൊക്കെ ലിങ്ക് ഇടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഡയറക്റ്റ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിനൊക്കെ റിപ്ലൈ തരാമേ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. ഇതേപോലെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സദ്യയുടെ അന്ന് 3-3.5 മണിക്കൂർ കൊണ്ട് നമ്മുടെ ജോലിയൊക്കെ തീരും. വളരെ റിലാക്സ്ഡ് ആയിട്ടിരുന്ന് നമുക്ക് സദ്യ ഉണ്ണാം. ഒട്ടും ക്ഷീണവും ഉണ്ടാവത്തില്ല. ആദ്യത്തെ ദിവസം നമ്മൾ ഉപ്പേരി, ശർക്കര വരട്ടി, മാങ്ങാച്ചാർ, നാരങ്ങ അച്ചാർ, പുളി ഇഞ്ചിയൊക്കെ ഉണ്ടാക്കി. പിന്നെ അന്ന് തന്നെ നമ്മൾ പാവയ്ക്ക വറുത്തു, പപ്പടം കാച്ചി, ശർക്കര പാനിയാക്കി വെച്ചു. അതുപോലെ പുളി പിഴിഞ്ഞ് അത് പൾപ്പാക്കി വെച്ചു. പിന്നെ പൊടികളെല്ലാം തയ്യാറാക്കി വെച്ചു. ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത് ആ രീതിയിലല്ല കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇപ്പം നാരങ്ങ അടുപ്പയിൽ ആവിക്ക് വെക്കുന്ന സമയത്ത് മാങ്ങ അരിഞ്ഞു, അച്ചാറിട്ടു. അതുപോലെ ശർക്കര ഉരുക്കാൻ വെച്ച സമയത്ത് പാവയ്ക്ക അരിഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ പൊടികളൊക്കെ റെഡിയാക്കി വെച്ചു. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു അല്പം മൾട്ടി ടാസ്കിങ് ഉണ്ടെങ്കിലേ നമുക്കിങ്ങനെ സദ്യക്കൊക്കെ എല്ലാ കാര്യങ്ങളും കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം പൊടികളൊക്കെ ഒന്ന് നോക്കാം. സാധാരണ മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്തായാലും വീട്ടിലുണ്ടാവും. ഇതിപ്പോൾ നമ്മൾ കുരുമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ രസത്തിനും എരിശ്ശേരിക്കുമൊക്കെ കുരുമുളക് വേണം. ഇത് ചുക്കാണ്. പായസത്തിനകത്ത് ചുക്ക് പൊടി വേണം. ഇപ്പോൾ എൻ്റെ കയ്യിലെ ചുക്കിൻ്റെ പൊടി ഇരുന്നത് ചീത്തയായിപ്പോയി. അതുകൊണ്ട് ഞാനിപ്പോൾ ചുക്ക് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പം ഏലക്കയാണ്. ഏലക്ക അല്പം പഞ്ചസാരയും കൂടെ കൂട്ടിയിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് വെച്ചതാണ്. പിന്നെ ഇത് ജീരകം വറുത്ത് പൊടിച്ചതാണ്. ഈ ജീരകം വറുത്ത് പൊടിച്ചതൊക്കെ നേരത്തെ തന്നെ എൻ്റെ കയ്യിൽ ഇരുന്നതാണ് കേട്ടോ. ഇത് ഉലുവയാണ്. ഉലുവയും വറുത്ത് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ ഞാൻ അല്പം ചുക്കും ഏലക്കയും മാത്രമേ പൊടിച്ചിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. 1/2 കിലോ ഉള്ളിയും 1/4 കിലോ അടുപ്പിച്ച് ഇഞ്ചിയും പച്ചമുളകും അതുപോലെ ഒരു 10-30 അല്ലി വെളുത്തുള്ളിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാചകം നല്ല എളുപ്പമാണ്. പിന്നെ ഇത് കൂടുതലാവുമെന്ന് പേടിക്കണ്ട കേട്ടോ. കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. നമുക്ക് പിന്നെ ഉപയോഗിക്കാമല്ലോ. പിന്നെ ഒരു 6 കിലോ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ ഫ്രീസറിലേക്ക് വെച്ചിരിക്കുവാണ്. ഇനി നമുക്ക് പുളിയുടെ പൾപ്പ് ഉണ്ടാക്കാം. അപ്പോൾ 100 ഗ്രാം പുളി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്കൊരു ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിരാൻ വെക്കാം. ഇത് നല്ലപോലെ കുതിർന്നതിന് ശേഷം ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. 2-3 തവണയായിട്ട് വേണം കേട്ടോ വെള്ളമൊക്കെ ഒഴിച്ച് പിഴിഞ്ഞെടുക്കാൻ. എന്നിട്ട് ഇത് നമുക്ക് വീണ്ടും അടുപ്പേ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. വെള്ളമൊക്കെ വറ്റിച്ച് കുറുക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറികളിലേക്ക് ആവശ്യത്തിന് പുളി ഒഴിക്കാൻ പറ്റും. ഇപ്പോൾ പഞ്ചസാര ഒക്കെ കാപ്പി ചേർക്കുന്നത് പോലെ കുറേശ്ശെ ചേർത്തെടുക്കാൻ പറ്റും. ഇത് എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കുപ്പിയിലാക്കി വെക്കാം. ഇനി ശർക്കര പാനി ഉണ്ടാക്കാം. ഇത് 1 കിലോ ശർക്കരയുണ്ട്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പേ വെച്ചൊന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇതിലെ കല്ലും മണ്ണൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് അരിച്ചെടുത്ത ശേഷം ഇനി നമുക്കിതൊന്ന് അടുപ്പേ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. ഇതൊരു ഒറ്റനൂൽപ്പരോ അങ്ങനെയൊന്നും ആവണ്ട കേട്ടോ. അത് നല്ലപോലെ ഇല്ലേ വെള്ളമൊക്കെ വറ്റി ഒന്ന് കുറുകി വന്നാൽ മതിയാവും.
എന്തായാലും ശരി, ഇത് എടുത്ത് വാങ്ങി വെച്ച് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ഒന്നുകൂടെ കുറുകുവേ. ഇപ്പോൾ അങ്ങ് കണ്ടമാനം അങ്ങ് കുറുകിപ്പോയി കഴിഞ്ഞാൽ അല്പം ചൂടുവെള്ളം ഒഴിച്ചാൽ മതിയാകും. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇതിപ്പോൾ തണുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് വേറെ കുപ്പിയിലേക്ക് മാറ്റാം. കണ്ടോ, നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇത് ശർക്കരപ്പാനിയാണ്. ഇത് നമ്മുടെ പുളിയുടെയാണ്, പൾപ്പാണിത് കേട്ടോ. ഈ പാത്രത്തിൽ ഞാനിത് നേരത്തെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന ശർക്കരപ്പാനിയാണ്. ഇതെപ്പോഴും ഇങ്ങനെ സ്റ്റോക്ക് ഉണ്ടാകും. ഇനി നമുക്ക് നാരങ്ങാച്ചാർ ഉണ്ടാക്കാം. 10 നാരങ്ങ ഞാനൊന്ന് ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പം ഉടൻ തന്നെ നമുക്ക് കൂട്ടാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ഒരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ചീനിച്ചട്ടി ചൂടാക്കി ഇതിനകത്തേക്ക് 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ട് കടുകിടാം. കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 10-20 അല്ലി വെളുത്തുള്ളിയും കറിവേപ്പില ഇടാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് 3 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 3/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുകയാണ്. ഇപ്പോൾ പൊടികളെല്ലാം നന്നായിട്ട് മൂത്തപ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച നാരങ്ങ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പ് ഇതിൻ്റെ നാരങ്ങയുടെ പുളി അനുസരിച്ചിട്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഗ്ലാസ് നല്ല ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. നമ്മുടെ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങാച്ചാർ ഉണ്ടാക്കാം. ഇത് 2 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്, ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും ചേർക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ഇടാം. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ നല്ലെണ്ണയും കൂടി ഒഴിക്കാം. ഇനി നല്ലെണ്ണ ഒഴിച്ചില്ലെങ്കിൽ ഇത് കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. ഇനി പുളിയിഞ്ചി ഉണ്ടാക്കാം. ഇഞ്ചി 100 ഗ്രാം മിക്സിയിലൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 10 ചെറിയുള്ളിയും വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയുണ്ട്. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 1 ടീസ്പൂൺ കടുകിടാം. ഇതിനകത്തേക്ക് നമുക്ക് 3-4 ഉണക്കമുളക് ഇടാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും കറിവേപ്പിലയും ഇട്ടിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഇതിപ്പം നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഈ പൊടികളെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ. നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പുളിയില്ലേ, പുളിയുടെ പൾപ്പ് ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിക്കാം. എന്നിട്ട് 1 ഗ്ലാസ് തിളച്ച വെള്ളം കൂടി ഒഴിക്കാം. അതിനുശേഷം ഇതിനകത്തേക്ക് നമുക്ക് ശർക്കര പാനി ചേർക്കാം. 2-3 ടേബിൾ സ്പൂൺ നമ്മുടെ മധുരം അനുസരിച്ചിട്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് കഴിയുമ്പോഴത്തേന് ഇത് നല്ലപോലെ കുറുകി വരും കേട്ടോ. ഇതിനകത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതിരുന്ന് കുറുകി വരുവേ. ഇനിയിപ്പോൾ നമുക്ക് ഉപ്പേരി ശർക്കര വരട്ടിയൊക്കെ ഉണ്ടാക്കാം. ഇതിപ്പോൾ കോവിഡ് കാലമായതുകൊണ്ട് എനിക്ക് നല്ല കായൊന്നും കിട്ടില്ല കേട്ടോ. എന്തായാലും ശരി, പിന്നെ കുറച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഞങ്ങൾ വാങ്ങിക്കുന്ന കടയൊക്കെ അടച്ചിട്ടേക്കുമായിരുന്നു കോവിഡ് കാരണം. ഇത് ഞാൻ ഈ ഒരു കട്ടറി വെച്ചാണ് ഇതൊന്ന് ചിപ്സ് അരിഞ്ഞെടുത്തത്. ഇത് ഇച്ചിരി കനം കുറഞ്ഞ് ആണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ എനിക്ക് അത് എടുത്തതിൻ്റെ ഒന്ന് വീഡിയോ കാണിക്കാൻ പറ്റില്ല കേട്ടോ, ആ ക്ലിപ്പ് പോയി. ഇനിയിപ്പോൾ ഇത് ചീനിച്ചട്ടിലേക്ക് ഇടാം. ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് ഇതിൻ്റെ പതയെല്ലാം വന്ന് പതയങ്ങ് ഒതുങ്ങി കഴിയുമ്പം ഒരു 3 മിനിറ്റൊക്കെ കഴിയുമ്പം വേണം കേട്ടോ ഇതൊന്ന് ഇളക്കിയിടാൻ. നല്ല തീയിലായിരിക്കണം കേട്ടോ ആദ്യം വെക്കേണ്ടത്. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ മാത്രം അല്പം ഒന്ന് തീ കുറച്ചിടാൻ പാടുള്ളൂ. നല്ലപോലെ കിലുകില ശബ്ദം കേൾക്കുമ്പോൾ നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും വറുത്തെടുക്കാം. ഞാനിത് കുറച്ച് മാത്രമേ വറുത്തെടുത്തിട്ടുള്ളൂ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇതിനകത്തേക്ക് അല്പം ഉപ്പ് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുടഞ്ഞെടുക്കാം. ഇനി നല്ല തിളച്ച എണ്ണയിലേക്ക് ശർക്കര വരട്ടിക്കുള്ള കായ ഇടാം. കായ നീളത്തിൽ നിന്ന് കീറിയിട്ട് ഇച്ചിരി കട്ടിയിലാണ് ശർക്കര വരട്ടിക്ക് വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കേണ്ടത്.
ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മൂത്തു എന്ന് നമുക്ക് തോന്നിയാൽ പോലും അല്പനേരം കൂടെ എണ്ണയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം ഇത് കോരിയെടുക്കാൻ. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കര വരട്ടി തണുത്തു പോവേ. ഇതൊരു ടിഷ്യൂവിൻ്റെ മുകളിലേക്ക് ഇടുവാണ്. ഇനി നമുക്കൊരു പാനിലേക്ക് 6 ടേബിൾ സ്പൂൺ ശർക്കരപ്പാനി ചേർക്കാം. ഈ ശർക്കരപ്പാനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചത് തന്നെയാണ് കേട്ടോ. ഇത് നല്ല കട്ടിയായതുകൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കാം. തിളച്ച വെള്ളം വേണം ഒഴിക്കാൻ. എന്നിട്ട് ഇതൊന്ന് വീണ്ടും ഒന്ന് കുറുക്കിയെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഇതിനി നല്ലപോലെ പതഞ്ഞ് കയ്യിലിങ്ങനെ അല്പം എടുത്ത് നോക്കുമ്പോൾ ഒന്ന് ഒട്ടുന്ന ഒരു പരുവം വരുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്തേക്ക് കായിടാം. കായിട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണേ. 2 സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ കോരി ഒന്ന് ഇളക്കിയെടുക്കാം. കായിൽ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് കിട്ടണം കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ചുക്കും ജീരകവും ഏലക്കായും പൊടിച്ചത് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ശർക്കര വരട്ടിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ശർക്കര വരട്ടിയൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട് കേട്ടോ. ശർക്കരയൊക്കെ കായിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പാവയ്ക്ക വറക്കാം കേട്ടോ. പാവയ്ക്ക കുറച്ച് അരിഞ്ഞിട്ട് അതിലൊരു ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് തിരുമ്മി വെക്കാം. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞേച്ച് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. പാവയ്ക്ക വറക്കുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ പാവയ്ക്ക ചമ്മന്തിപ്പൊടിയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്ത് കോരാം. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എരിവ് കൂട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഓണത്തിന് പാവയ്ക്ക വറുത്ത് വെക്കുന്നത്. അപ്പോൾ ഇവിടെ കുഞ്ഞൂസിന് എരിവൊന്നും അവൻ കൂട്ടാറില്ല. അപ്പോൾ അവന് പാവയ്ക്ക വറുത്ത് ഇഷ്ടമാണ്. അപ്പോൾ ഈ കുഞ്ഞൂസുമാരൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഈ പാവയ്ക്കൊക്കെ ഒന്ന് വറുത്ത് വെക്കണേ. എണ്ണ ബാക്കി ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പപ്പടവും കൂടെ അങ്ങ് കാച്ചി വെച്ച് കേട്ടോ. പപ്പടം പിന്നെ ചീത്തയാകത്തില്ലല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ആദ്യത്തെ ദിവസത്തെ തയ്യാറെടുപ്പുകളും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ഇത് എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണേ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.